തായ്ലൻഡ്, ദ ക്യാപിറ്റൽ ഓഫ് വേൾഡ് സെക്സ് ടൂറിസം. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ലൈംഗിക ടൂറിസം. പട്ടായ, ബാങ്കോക്ക്, ഫുക്കറ്റ് തുടങ്ങിയ നഗരങ്ങൾ നമുക്ക് മുമ്പിൽ കോറിയിടുന്ന വശ്യതയുടെ സ്ത്രീരൂപങ്ങൾ. മസാജ് പാർലറുകൾ, നൈറ്റ് ക്ലബ്ബുകൾ, വഴിയോരങ്ങളിൽ മെയ്യഴക് പ്രദർശിപ്പിക്കുന്ന തരുണീമണികൾ മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കിടപ്പറകൾ ഒരുക്കി കാത്തിരിക്കുന്ന യവന സുന്ദരികൾ വരെ പ്രതിവർഷം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒഴുകിയെത്തുന്ന ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ സെക്സ് ടൂറിസത്തിന്റെ ഹബ്ബായി തായ്ലൻഡ് മാറിയതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. അവിടുത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങി എന്തിന് കുപ്രസിദ്ധമായ അമേരിക്കൻ പട്ടാളം പങ്കെടുത്ത വിയറ്റ്നാം യുദ്ധം വരെ അതിന് പിന്നിലെ കാരണങ്ങളാണ്. തായ്ലൻഡ് എങ്ങനെ വേൾഡ് സെക്സ് ടൂറിസം ഹബ്ബായി മാറി? 7 മിനിറ്റ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി തായ്ലൻഡ് ഭരിച്ചിരുന്ന ചൂലാലോങ്കോൺ എന്ന രാജാവ് തന്റെ ഭരണകാലയളവിൽ എടുത്ത പല റിഫോംസിന്റെയും ഭാഗമായി, കൃത്യമായി പറഞ്ഞാൽ 1874 മുതൽ 1905 വരെ അദ്ദേഹം എടുത്ത പടിപടിയായ നടപടികളുടെ ഭാഗമായി തായ്ലൻഡിൽ നിന്നും അടിമത്വവും അടിമക്കച്ചവടവും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. വളരെ വിപ്ലവകരമായ ഒരു പരിഷ്കരണം ആയിരുന്നു ഇതെങ്കിലും അതുവരെ അടിമകളായിരുന്നവരുടെ പുനരധിവാസം അത്ര കൃത്യതയോട് കൂടിയല്ല നടപ്പാക്കപ്പെട്ടത്. പ്രത്യേകിച്ച് തായ്ലൻഡിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫ്യൂഡൽ സമ്പ്രദായം അനുസരിച്ച് സ്ത്രീകളെ കോൺക്യുബൻസ് ആയിട്ട് കൂടെ താമസിപ്പിക്കുന്ന ഒരു രീതിയെല്ലാം ഉണ്ടായിരുന്നു. കോൺക്യുബൻസ് എന്ന പദത്തിന്റെ കൃത്യമായ മലയാള അർത്ഥം വെപ്പാട്ടി എന്നാണ്. 1905 ശേഷം ഇത്തരത്തിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാടമ്പികളായ പുരുഷന്മാർ അവരുടെ കൂടെ അടിമകളെ പോലെ താമസിപ്പിച്ചിരുന്ന സ്ത്രീകളെല്ലാം ഉപേക്ഷിക്കപ്പെടുകയും അവർക്ക് പ്രത്യേകിച്ചൊരു ജീവിത മാർഗമോ വരുമാനമോ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം സ്ത്രീകളെല്ലാം കൂട്ടത്തോടെ പ്രോസ്റ്റിറ്റ്യൂഷൻ മേഖലയിലേക്ക് തിരിയുകയും അങ്ങനെ തായ്ലൻഡിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പോപ്പുലർ ആകാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് 2-ാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ ജപ്പാൻ അധിനിവേശം തായ്ലൻഡിൽ സെക്സ് മസാജ് പാർലറുകൾക്ക് തുടക്കം കുറിക്കുകയും അത് പോപ്പുലർ ആവുകയും ചെയ്യുന്നു. എന്നാൽ സെക്സ് ടൂറിസം മേഖലയിൽ തായ്ലൻഡിൽ ഒരു വിസ്ഫോടനം നടക്കുന്നത് 1960-കളിലും 70-കളിലുമാണ്. വിയറ്റ്നാം യുദ്ധത്തിന്റെ കാലം. ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിലുള്ള യുദ്ധത്തിൽ ദക്ഷിണ വിയറ്റ്നാമിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ പട്ടാളം യുദ്ധത്തിൽ പങ്കുചേരുന്നു. എന്നാൽ വിയറ്റ്നാം എന്ന ചെറിയ രാജ്യവും ആ രാജ്യത്തെ കുറിയ മനുഷ്യരും ചേർന്ന് ഗൊറില്ല വാറിലൂടെ അമേരിക്കൻ പട്ടാളത്തിന് കൊടുത്ത പ്രഹരം ചെറുതൊന്നുമല്ല. അങ്ങനെ യുദ്ധം ചെയ്ത് ശാരീരികമായും മാനസികമായും തകർന്ന അമേരിക്കൻ പട്ടാളക്കാർക്ക് യുദ്ധം നടക്കുന്ന മേഖലയുടെ പരിസരത്ത് തന്നെ ഒരു രാജ്യത്തെ ഒരു റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്കൻ സർക്കാർ തീരുമാനിക്കുന്നു. അതിനായി അവർ തായ്ലൻഡ് തെരഞ്ഞെടുക്കുന്നു. അമേരിക്കൻ പണത്തിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു തായ്ലൻഡിലേക്ക് ഈ ഒരു നടപടിയിലൂടെ ഉണ്ടായത്. റിക്രിയേഷൻ എന്നത് അമേരിക്കക്കാർക്ക് കുടിച്ചു കൂത്താടുക, ലൈംഗിക വേഴ്ചകളിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ബാറുകളും നൈറ്റ് ക്ലബ്ബുകളും പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററുകളും എല്ലാം കൂണുപോലെ മുളച്ചു പൊന്തി തായ്ലൻഡിൽ. പട്ടിണിയും പരിവട്ടവുമായി തായ്ലൻഡിലെ ഗ്രാമങ്ങളിൽ കഴിഞ്ഞിരുന്ന സുന്ദരികളായ തായ് യുവതികൾ അമേരിക്കൻ ഡോളറിന്റെ തിളക്കത്തിൽ ആകൃഷ്ടരായി പട്ടായയിലും ബാങ്കോക്കിലും ഫുക്കറ്റിലുമെല്ലാമായി പ്രവർത്തിക്കുന്ന നൈറ്റ് ക്ലബ്ബുകളിലേക്കും പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററുകളിലേക്കും മസാജ് പാർലറുകളിലേക്കും എല്ലാം ചേക്കേറി. 1957-ൽ 20,000-ഓളം ആയിരുന്നു തായ്ലൻഡിലെ ലൈംഗിക തൊഴിലാളികളുടെ എണ്ണമെങ്കിൽ 1964-ലെ കണക്കനുസരിച്ച് അത് 4 ലക്ഷത്തോളമായി വളർന്നിട്ടുണ്ടായിരുന്നു. UN സമ്മർദ്ദത്തിന് വഴങ്ങി 1960-ൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നിരോധിച്ചുകൊണ്ട് തായ്ലൻഡിൽ ഒരു നിയമമൊക്കെ പാസാക്കിയെങ്കിലും ഈ മേഖല കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 1966-ൽ എന്റർടൈൻമെന്റ് പ്ലേസസ് ആക്ടും 1996-ൽ പ്രിവെൻഷൻ ആൻഡ് സപ്രഷൻ ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആക്ടും എല്ലാം പ്രോസ്റ്റിറ്റ്യൂഷനെതിരെ പാസാക്കിയെങ്കിലും പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നിയമങ്ങളൊക്കെ നിയമപുസ്തകത്തിൽ ഒതുങ്ങി. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയായിരുന്നു മിക്ക പ്രധാനപ്പെട്ട നൈറ്റ് ക്ലബ്ബുകളും മസാജ് പാർലറുകളും എല്ലാം ഓൺ ചെയ്തിരുന്നത് എന്നതാണ് വലിയൊരു വിരോധാഭാസം. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഇവയൊക്കെ കൃത്യമായി നടപ്പാക്കപ്പെടാഞ്ഞതും. ഉദാഹരണത്തിന് ചുവിത് കമോൽ വിസിത് എന്ന് പേരുള്ള തായ്ലൻഡിലെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട പൊളിറ്റീഷ്യനാണ് തായ്ലൻഡിലെ ഏറ്റവും വലിയ മസാജ് പാർലർ ഓൺ ചെയ്തിരുന്നത്. തായ്ലൻഡിലെ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും താൻ കൊടുത്ത ഭീമമായ കൈക്കൂലിയെ പറ്റി പബ്ലിക്കായി പറയാൻ പോലും ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു
ടബ് ടൈക്കോൺ എന്ന അബ്രനാമത്തിൽ അറിയപ്പെടുന്ന ചുവിത് കമോൽവിസിത്. തായ്ലൻഡിലെ സെക്സ് ടൂറിസം മേഖല കേവലം തായ് യുവതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2023 പുറത്തിറങ്ങിയ റൊണാൾഡ് ബെയ്റ്റ്സർ എഴുതിയ സെക്സ് ടൂറിസം ഇൻ തായ്ലൻഡ് ഇൻസൈഡ് ഏഷ്യാസ് പ്രീമിയം എറോട്ടിക് പ്ലേഗ്രൗണ്ട് എന്ന പുസ്തകത്തിൽ തായ്ലൻഡിലെ സെക്സ് ടൂറിസം മേഖലയിലെ വലിയൊരു വിഭാഗം ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും ലോകമെമ്പാടുമുള്ള സെക്സ് വർക്കേഴ്സ് തായ്ലൻഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുമെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ചരിത്രപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങൾക്കപ്പുറം സാംസ്കാരികവും മതപരവുമായ സവിശേഷതകളും തായ്ലൻഡിൽ സെക്സ് ടൂറിസം വളരാൻ കാരണമായിട്ടുണ്ട്. 90% വരുന്ന തായ് ജനതയും തേരാവത ബുദ്ധിസ്റ്റ് മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഈ മതവിഭാഗം സ്ത്രീകൾക്ക് കൊടുക്കുന്ന കുറഞ്ഞ പരിഗണനയും ഒരാൾ സമ്പന്നനായി തീരുന്നത് അയാൾ മുജ്ജന്മത്തിൽ ചെയ്ത നന്മകൾ കാരണമാണെന്നും പാവപ്പെട്ടവനായി ജനിക്കുന്നത് മുജ്ജന്മ പാപങ്ങൾ നിമിത്തമാണെന്നുമുള്ള വ്യാഖ്യാനങ്ങളെല്ലാം പെട്ടെന്ന് പണമുണ്ടാക്കാൻ സാധിക്കുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന മേഖലയിലേക്ക് സ്ത്രീകളെ തള്ളിവിടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. പലർക്കും ഇതൊരു ജീവനോപാധിയാണ്. എന്നാൽ അതിനോടൊപ്പം ഇവിടെ മനുഷ്യ കച്ചവടം, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്നിങ്ങനെ തുടങ്ങുന്ന ഭീകര യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ലൈംഗിക ടൂറിസം എന്ന വിഷയത്തെ അപഹാസ്യമായോ കേവലം ഗോസിപ്പായോ അല്ലാതെ സാമൂഹിക, സാമ്പത്തിക, മനുഷ്യാവകാശപരമായ തലത്തിലും സമീപിക്കേണ്ടതാണ്. മറ്റൊരു ചരിത്ര കഥയുമായി 7 Minute സ്റ്റോറിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.